നോക്കിയില്ലേ. പുളിമൂട് ഫാം, തിരുവനന്തപുരം ജില്ല, ആറ്റിങ്ങൽ. കുറച്ച് പഴമയുള്ള ഒരു ഫാമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പണ്ട് മുതൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഫാമാണ്. ഇപ്പോൾ നിലവിലത്തെ നമ്മുടെ ഫാമിംഗ് മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു ഫാം മുന്നോട്ട് പോകുന്നത്. അധിക തീറ്റ ചിലവ് കാരണം പല ഫാമുകളും ഇപ്പോൾ പൂട്ടിയ അവസ്ഥയാണ്. എന്നാൽ ചില ഫാമുകൾ ഇതുപോലെ ഇപ്പോഴും നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. താറാവുകൾക്ക് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഫാം. 50 താറാവുകളാണ് ഈ ഒരു ഫാമിലുള്ളത്. നമ്മൾ വരാൻ വേണ്ടി അല്പം വൈകി, അതുകൊണ്ട് എല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ഒരു കൂടിനുള്ളിലാണ് ഈ താറാവുകൾ നിൽക്കുന്നത്. രാവിലെ, അതായത് തുറന്നു വിടുന്നതിന് മുമ്പ് എല്ലാ മുട്ടകളും ഈ കൂടിനകത്ത് ഇട്ട് വയ്ക്കുന്നതാണ്. താറാവുകളെല്ലാം തുറന്നു വിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഈ താറാവുകൾക്ക് ഒരു ദിവസം 10 കിലോ തീറ്റയാണ് വേണ്ടി വരുന്നത്. ഗ്രോവറാണ് കൊടുക്കുന്നത്. 10 കിലോ തീറ്റയ്ക്ക് ഒരു ദിവസം 32 രൂപ വെച്ച് 320 രൂപ ചിലവാകുന്നുണ്ട്. നമുക്ക് 50 താറാവ് ഇവിടെ ഉണ്ട്. 50 താറാവിൽ നിന്ന് 40 മുട്ട പ്രതിദിനം, 40 കിട്ടാറില്ല, 35, 30 ആയിരിക്കും ചില ദിവസം കിട്ടുന്നത്. 40 മുട്ട കിട്ടിയാൽ നമുക്ക് 10 രൂപ വെച്ചാണ് ഒരു മുട്ടയ്ക്ക് പോകുന്നത്. 400 രൂപയാണ് ഒരു ദിവസം നമുക്ക് വരുമാനം കിട്ടുന്നത്. 320 രൂപ ചിലവും നമുക്ക് 400 രൂപ വരുമാനവുമാണ് ഒരു ദിവസം ഇവിടെ നിന്ന് കിട്ടുന്നത്. 50 താറാവിൻ്റെ ഒരു ദിവസത്തെ ചിലവ് 320 രൂപയും വരുമാനം നമുക്ക് 40 മുട്ട അല്ലെങ്കിൽ 45 മുട്ട കിട്ടിയാലേ നമുക്ക് 450 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും ആ മുട്ട കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ ഒരു മേഖലയിലോട്ട്, താറാവ് വളർത്തലിലോട്ട് വരുന്നവരൊന്ന് ആലോചിക്കുക. ഇത്രയധികം സൗകര്യങ്ങളുള്ള ഒരു ഫാമിൽ ഈ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇനിയുള്ള, അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ ഒരു സൗകര്യവും ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് മുട്ട ഒരു 12 രൂപയ്ക്ക് മുകളിലോട്ട് വിറ്റ് പോയാൽ നമുക്കിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിരിക്കും. അടുത്തതായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് നാടൻ കോഴികളെയാണ്. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നാടൻ വീടുകളെ മാറ്റിയിട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീട്ടാവശ്യത്തിനും അതിൽ ബാക്കി വരുന്ന കുറച്ച് മുട്ടകൾ പുറത്തുമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് കരിങ്കോഴി ഉൾപ്പെടെ ഉണ്ട്. സാസവനത്തിൽപ്പെട്ട കോഴികളുണ്ട്. കുറച്ച് മാറ്റിയിട്ട നല്ല ക്വാളിറ്റി കോഴികളെ ഒരുമിച്ചിട്ടാണ് ഇവിടെ മുട്ട ആവശ്യത്തിന് വേണ്ടി വിട്ടിരിക്കുന്നത്. ഈ നാടൻ കോഴികളെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ്. അധികം കോസ്റ്റൊന്നുമില്ല. തുറന്നുവിടാനുള്ള സ്ഥലമുണ്ട്. ദിവസവും അത്യാവശ്യം മുട്ടകളൊക്കെ കിട്ടുന്നുണ്ട്. നാടൻ കോഴികളെ ലാഭത്തിലാണ് എന്തായാലും വളർത്തുന്നത്. അടുത്തതായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് സാസോ കോഴി കുഞ്ഞുങ്ങളാണ്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഇറക്കി കൃത്യമായിട്ട് വാക്സിനേഷൻ, വിരമരുന്ന് എല്ലാം കൊടുത്ത് 40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു കോഴികളാണ് ഈ സാസോ കോഴികൾ. കാരണം ഇവയുടെ നെഞ്ചിലെ ഇറച്ചിക്ക് കൊഴുപ്പിൻ്റെ അളവ് കുറവാണ്, എന്നാൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. അത് മറ്റു കോഴികളിൽ നിന്ന് ഇവയ്ക്ക് ഒരു വ്യത്യസ്തത ഉള്ളതാണ്. മറ്റ് ബ്രോയിലർ കോഴികളെ വെച്ച് നോക്കുവാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇവ വളരത്തില്ല, പതുക്കെ വളരത്തുള്ളൂ. എന്നാൽ മരണനിരക്ക് കുറവാണ്. അധികം നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള കുഞ്ഞുങ്ങളാണ്. ഇറച്ചി നല്ല രീതിയിൽ കയറി വരുന്ന ഒരു ഇനമാണ് ഈ സാസോ കോഴികൾ. ഒരു പ്രതിവർഷം 80 മുതൽ 120 മുട്ട വരെയാണ് ഇടുന്നത്. 6 മാസം കഴിഞ്ഞായിരിക്കും മുട്ട ഇടുന്നത്. അടുത്തതായിട്ട് ഈ ഫാമിലുള്ളത് കൈരളി കോഴികളാണ്. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാം വിറ്റുപോയതാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ബാച്ച് വരുന്നതാണ്. അപ്പോൾ കൈരളി കോഴികളും കൃത്യമായിട്ട് വാക്സിനേഷനും വിരമരുന്നും എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ ഫാമിൽ നിന്ന് വിറ്റുപോകുന്നത്. കുറച്ച് വെള്ളക്കോഴികളുടെ കുഞ്ഞുങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അധികം ബൾക്കായിട്ട് ഇവിടെ കോഴികൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈ കോഴികൾ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട കോഴി കുഞ്ഞുങ്ങളാണിത്. ഇവയെ വളർത്തി വീട്ടാവശ്യത്തിന് വേണ്ടി ഇറച്ചിക്ക് എടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഫാമിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പോത്തുകളാണ്. മൊത്തത്തിൽ 6 പോത്തുകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 3 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം കിടപ്പുണ്ട്. ഒരെണ്ണം പുല്ലിൽ
അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നിലവിൽ 2 നിൽപ്പുണ്ട്. ഈ പോത്തുകളെ വളർത്തുന്നത് തികച്ചും ഒരു ചിലവുമില്ലാതെയാണ് വളർത്തുന്നത്. ഈ ഫാമിൽ ഒത്തിരി സ്ഥലമുണ്ട്, നല്ല ചതുപ്പ് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ തുറന്നങ്ങ് വിട്ടിരിക്കുകയാണ്. അവയ്ക്ക് ആവശ്യമായ ഫുഡ്, പുല്ല് കാര്യങ്ങളെല്ലാം പോയി കഴിച്ചതിന് ശേഷം, കഴിച്ച് കുളിച്ചതിന് ശേഷം ഈ സ്ഥലത്ത് വന്ന് തിരിച്ച് കിടക്കുന്നതാണ്. വീണ്ടും താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും പോയി വീണ്ടും കഴിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ അവയുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. ഇടയ്ക്ക് കുടിക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നും ഈ പോത്തുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് പോത്തിനെ കാണുമ്പോൾ അറിയാം, അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്തെങ്കിൽ നല്ല സൈസായിട്ട് വരുന്ന പോത്തായിരുന്നു. ഏകദേശം 1 വയസ്സ് ആകാറായ പോത്തുകളാണ്. ഒരു പോത്തിനെ 18,000 രൂപയ്ക്കാണ് വാങ്ങിയത്. അങ്ങനെ മൊത്തം 6 പോത്തിനെ വാങ്ങിയായിരുന്നു. 3 ലാസ്റ്റ് 1 മാസം മുമ്പ് കൊടുത്തായിരുന്നു. നിലവിലിപ്പം 3 ഈ ഒരു ഫാമിലുള്ളത്. എന്തായാലും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആദ്യം ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിക്ക് ആദ്യം പോത്തുകളെ വാങ്ങുക. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോത്തുകളെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഇവൻ. ഇവനാണോ ഇവളാണോ എന്നറിയില്ല. ഒരു കുതിര നിൽപ്പുണ്ട്. മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കുതിരയാണ്. ഞാൻ ജസ്റ്റ് വിരൽ വെച്ചിട കടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് പ്രശ്നം. ഒരു ക്രൈസിൻ്റെ പുറത്ത് വാങ്ങിയ കുതിരയാണ്. കൃത്യമായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും അഗ്രസീവ്. എന്തായാലും ഒരു ഷോയ്ക്ക് വേണ്ടി ഈ ഒരു കുതിരയും ഈ ഒരു ഫാമിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങൾ. ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾ, സാസോ, കൈരളി അങ്ങനെയുള്ള ഏതെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. തിരുവനന്തപുരം ജില്ല, ആറ്റിങ്ങൽ. മൊബൈൽ നമ്പർ 9495724353. അടുത്തൊക്കെ ഉള്ള ഒരു ഫാം ഒന്ന് വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക. ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങണമെങ്കിൽ ഈ ഫാമിൽ നേരിട്ട് തന്നെ വന്ന് വാങ്ങണം. ഡെലിവറി ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിങ് തിങ്ക് ബാത്ത് വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ക് ബാത്ത് വേ സൈനിങ് ഔട്ട്.